ബ്രൈഡൽ മേക്കപ്പിനെ കുറിച്ച് പഠിക്കണം എന്നുള്ളവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ബ്രൈഡൽ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ടോണർ അപ്ലൈ ചെയ്യണം. ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അത് ഡ്രൈ ആവുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഫാൻ യൂസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യണം. ഇതുപോലെ ഡാബ് മസാജ് കൊടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ കുറച്ച് ഒന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം കൊടുക്കണം. അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫാൻ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കൺസീലർ, അതായത് എവിടെയെങ്കിലും ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൺസീലർ എടുത്തതിന് പാലറ്റിൽ കൺസീലർ എടുത്ത് 1-2 ഡ്രോപ്പ് കൺസീലർ എടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ച് ഫുൾ ഫേസ്, ഇവരുടെ ഫേസിൽ അങ്ങനെ ഡാർക്ക്നെസ് ഒന്നുമില്ല, ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഫേസിന് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ എടുത്തതിന് ശേഷം അതുകൂടെ ഒന്ന് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇതുപോലെ ഡാബ് മസാജ് കൊടുത്ത് നമ്മൾ ഫുൾ ഫേസിൽ അവിടെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളിത് ഫുൾ ഫേസ് കോമ്പാക്റ്റ് പൗഡർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റർ ഷെയ്ഡിലൂടെ കൺസീലർ എടുത്തതിന് ശേഷം ഹൈ പോയിൻറ്റ്സ്, അതായത് ഈ പോർഷൻസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഈ പോർഷൻസും അതുപോലെ നോസിൻ്റെ ഭാഗം ഇവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിനുശേഷം നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ബ്ലഷ് അപ്ലൈ ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡാർക്കർ ഷെയ്ഡുള്ള ഒരു കൺസീലർ എടുത്തതിന് ശേഷം പാലറ്റിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നോസ് ഒന്ന് കോണ്ടൂർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചിൻ ഏരിയ, ഡബിൾ ചിന്നൊക്കെ ഉള്ളവർക്ക് ഇവിടെ കോണ്ടൂർ ചെയ്യുന്ന വഴി അത് കാണാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ഈ നെറ്റിയുടെ ഈ പോർഷൻ നല്ല രീതിയിൽ കയറി നിൽക്കുന്നവരാണെങ്കിൽ ഒരു ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോയൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ടൊന്നും ഉള്ളതായിട്ട് തോന്നില്ല. പിന്നെ ചിലരാണെങ്കിൽ ഫേസിൻ്റെ മേക്കപ്പ് ഫുള്ള് ചെയ്യുന്നതിന് മുമ്പ് ചിലർ കണ്ണിൻ്റെ മേക്കപ്പ് ആയിരിക്കും ഫസ്റ്റ് ചെയ്യുന്നത്. ചിലർ ഫേസിൻ്റെ മേക്കപ്പ് ചെയ്തിട്ടായിരിക്കും ഐ മേക്കപ്പ് ചെയ്യുന്നത്. ഐ മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കണ്ണുകളിൽ കൺസീലർ വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്യണം കൺസീലർ. അതിനുശേഷം നമ്മൾ ആ കൺസീലർ യൂസ് ചെയ്ത് കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് അവരുടെ കളറിന് ഡ്രസ്സിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ഐ ഷാഡോ എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പം ഞാനിതിനകത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ, ഫുള്ള് ഫേസ് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്ന ഐബ്രോസ് ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് ഒരു ജെല്ല് വെച്ചിട്ട് നമുക്ക് ഐബ്രോസ് ഒന്ന് ഫിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമുക്കൊരു പെർഫെക്ഷൻ വരുന്നതിന് വേണ്ടിയിട്ട് പൗഡർ യൂസ് ചെയ്യാം. അപ്പം നല്ല പെർഫെക്റ്റ് ഐബ്രോസ് കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് നമുക്കൊരു ഫിക്സിങ് സ്പ്രേ ഉപയോഗിച്ച് മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ബ്രൈഡൽ മേക്കപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.